ഹലോ ഗൈസ്, 2 ദിവസമായിട്ട് നല്ല മഴയാണല്ലേ. അപ്പോൾ വൈകുന്നേരം ചായയുടെ ഒപ്പം ഇതൊന്ന് ട്രൈ ആക്കി നോക്കിയാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടേ ഒരു ബൗളിലേക്ക് 200 ഗ്രാം പച്ച നിലക്കടല ചേർത്ത് കൊടുക്കണം. പിന്നീട് കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും എരിവിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ തന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കണം. കടല ഒന്ന് സോക്കായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കണത്. അതിനുശേഷം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അര കപ്പ് കടലപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ കടല അളന്നെടുത്ത അതേ പാത്രത്തിൽ തന്നെ അര കപ്പ് എടുത്താൽ മതി. അങ്ങനെ കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി നോക്കാം. ഇനി ഇങ്ങനെ മിക്സ് ആക്കണ സമയത്ത് നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നും. അപ്പോൾ ഒരല്പം വെള്ളം കൂടി, ഏകദേശം ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഇതേപോലെ കയ്യിലൊഴിച്ചിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കടലപ്പൊടി കടലയിൽ നല്ലപോലെ ഒന്ന് കോട്ടായിട്ട് വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഒത്തിരി വെള്ളം കൂടി പോകാനും പാടില്ല, എന്നാൽ തീരെ കുറഞ്ഞ് ഡ്രൈ ആയിട്ടിരിക്കാനും പാടില്ല. കടലയിൽ നല്ലപോലെ ഒന്ന് പുരണ്ടിരിക്കണം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്ത് ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ വേണം ഇത് കടല നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ. വലിയ കട്ടയായിട്ട് ചാടിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പൊട്ടിച്ചെടുക്കാം. എങ്കിലും കഴിയുന്നതും അല്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അങ്ങനെ വിട്ടു പോന്നോളൂ. അപ്പോൾ ഫ്ലെയിം ഹൈയിൽ വെച്ചതിന് ശേഷം വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് തീ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കരിഞ്ഞ് പോയിട്ട് കടല വേവാതെ ആയിപ്പോവും. ഇങ്ങനെ എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ട് കടല വേവിച്ചെടുക്കണം. നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കടല എടുത്തൊന്ന് ടേസ്റ്റ് നോക്കണം കേട്ടോ, അത് ശരിക്കും ക്രിസ്പായിട്ടുണ്ടോ എന്ന്. എന്നിട്ട് വേണം എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതൊന്ന് പകുതി വേവാകുമ്പോഴേക്കും അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി തൊലിയോട് കൂടെ തന്നെ ചതച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു മണമൊക്കെ ആയിരിക്കും കേട്ടോ അവിടുന്ന്. ഇങ്ങനെ ഈ വെളുത്തുള്ളിയൊക്കെ അതിൽ കിടന്ന് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ലാസ്റ്റ് ഇത് കോരി എടുക്കാറാവുമ്പോഴാണ് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബായ്.